തേർഡ് ലെസൺ മേരെ ഭാരതവാസ്യം. ഇതിൻ്റെ അകത്ത് നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ്. അത് നമ്മുടെ ഭാരതം സ്വതന്ത്രമായതിന് ശേഷം നെഹ്റു ഭാരതത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് സംഭാഷണം, അതായത് ഒരു സ്പീച്ച് പോലെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाए पूरी तरह न सकी. കൈ വർഷം പഹലെ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വിധി നമ്മളെ എങ്ങനെയാണ് കണ്ടുമുട്ടാമെന്നൊരു വാക്ക് കൊടുത്തിരുന്നു. ആ വാക്ക് എന്താണ്? പാലിക്കാനുള്ള സമയമായി. അതായത് ഉദ്ദേശിക്കുന്നതാണ് ഭാരതം സ്വതന്ത്രമാകും എന്നുള്ള ഒരു വാക്ക്. അതായത് പൂർണ്ണമായിട്ടില്ലെങ്കിലും സമയം ഒരു പരിധിവരെ ലോകം ഉറങ്ങുമ്പോൾ ഭാരതം സ്വതന്ത്രത്തിൻ്റെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതായത് ഹം അപ്പനെ വചൻ കു നിഭായി പൂരി തരക് ന സഹി, പൂർണ്ണമായിട്ടല്ല എങ്കിൽ കൂടിയും ലേക്കിൻ ബഹുത് ഹദ് തക് ആജ് രാത് 12 ബജെ, ഇന്ന് രാത്രി, അതായത് സ്വതന്ത്രമാകുന്നതിൻ്റെ തലേദിവസം ആ ഡേ രാത്രി 12 മണിക്ക് ശേഷം ജബ് സാരി ദുനിയ സോ രഹി ഹോഗി, ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഭാരത ജീവൻ ഔർ സ്വതന്ത്രത കി നയ സുബഹ് കെ സാത്ത്, ഭാരതം പുതിയൊരു ജീവിതവും പുതിയൊരു സ്വാതന്ത്ര്യത്തിലേക്കുമാണ് പുതിയൊരു പുലരി ഉണരുന്നത്. एक ऐसा क्षण जो ഇതിഹാസ് മേ ബഹുത് ഹി കം ആത്ത ഹെ, ഇങ്ങനത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ജബ് ഹം പുരാനെ കോ ചോട്ട് നയേ കി തരഫ് ജാത്തെ, അതായത് നമ്മൾ പഴയത് ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ലോകത്തിലേക്ക് പുതിയത് നമ്മൾ സ്വീകരിക്കുന്നു. ജബ് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹെ ഔർ ജബ് വർഷോം സെ ശോഷിത ഏക് ദേശ് കി ആത്മാ അപ്നി ബാത് കഹ് സക്തി ഹെ, അതായത് ഒരു യുഗത്തിൻ്റെ അവസാനം കഴിഞ്ഞ് പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ലോകം. ആ ലോകത്തിൻ്റെ ആത്മാവ് അവരുടെ കാര്യങ്ങൾ, അതായത് ഭാരതത്തിനൊരു അന്തരാത്മാവുണ്ട്. ആ ആത്മാവ് കുറേ വേദനിച്ചിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണഘടനയിൽ. അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടി പുതിയൊരു ലോകത്തിലേക്ക് പോകുമ്പോൾ അതായത് ഭാരതത്തിന് ഒത്തിരി അധികം കാര്യങ്ങൾ ആത്മാവിന് പറയാനുണ്ട്. एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा. അപ്പോൾ എന്താ പറയാനുള്ളത്? ഈ പവിത്രമായ അവസരത്തിൽ നമ്മൾ സമർപ്പണത്തോടെ സ്വന്തമായി ഭാരതത്തെയും ഭാരതത്തിലുള്ള ജനങ്ങളെയും സേവിക്കുക. അവർ ഉസസേ ഭി ബഡ്കർ സാരി മാനവത കി സേവ കർനെ കെ, അതിനേക്കാളും ഉപരിയായിട്ട് എല്ലാ മനുഷ്യരെയും രക്ഷിക്കാനും സേവിക്കാനുമുള്ള പ്രതിജ്ഞ. അതായത് മനുഷ്യരെല്ലാവരെയും ഭാരതം സ്വതന്ത്രമായതിന് ശേഷം എല്ലാ ജനങ്ങളെയും രക്ഷിക്കാനുള്ളതും അവരെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കാനുള്ളൊരു പ്രതിജ്ഞ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിഹാസത്തെ ആരംഭിക്കുക സാധിഹി ഭാരതിനെ അപ്പനെ അന്തഹീൻ ഖോജ് പ്രാരംഭിക്കുക. അപ്പോൾ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഭാരതം തൻ്റെ അന്തമില്ലാത്ത അന്വേഷണം ആരംഭിച്ചിരുന്നു. അവർ ന ജാനെ കിത്തനി ഹി സദിയാം അവർ इसकी ഭവ്യ സഫലത और അസഫലതാവും സെ ബരി ഹുയി ഹെ. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകളാണ് അതിൻ്റെ ഭവ്യമായ വിജയങ്ങളും തോൽവികളും കൊണ്ട് നിറഞ്ഞിരുന്നു. ചാഹെ അച്ഛേ വക്ത് ഹോ യാ ബുര, ഭാരതിനെ കവി ഇസ് ഗോജ് സെ അപ്നി ദൃഷ്ടി നഹി ഹട്ടായി. നല്ല സമയത്തും ചീത്ത സമയത്തും ഭാരതം തൻ്റെ കാഴ്ചപ്പാട് മാറ്റിയില്ലെന്ന് മാത്രമല്ല സ്വന്തം ആദർശങ്ങളെയും ഭാരതം മറന്നില്ല. और कभी भी अपने इन आदर्शों को नहीं भूला जिसने इसे शक्ति दी. എന്താണ് നാം ഇന്ന് ദുർഭാഗ്യത്തിൻ്റെ യുഗമൊക്കെ അവസാനിപ്പിച്ചിട്ട്, അപ്പോൾ അതിന് മുന്നേ എന്താ പറയുന്നത്? നല്ല സമയത്തും ചീത്ത സമയത്തും ഭാരതം തൻ്റെ കാഴ്ചപ്പാടൊന്നും മാറ്റിയെന്ന് മാത്രമല്ല സ്വന്തം ആദർശങ്ങളെ മറന്നില്ല. ആജ് ഹം ദുർഭാഗ്യ ഏക് യുഗ് കാ അന്ത് കർ രഹേ ഹെ और भारत पुनः खुद को ഖോജ് പാരഹെ. അപ്പം നാം ഇന്ന് ദുർഭാഗ്യത്തിൻ്റെ യുഗം അവസാനിപ്പിച്ചിട്ട് പുനരന്വേഷണം നടത്താൻ തുടങ്ങുകയാണ്. ആജ് ഹം ജിസ് ഉപലബ്ധി കാ ഉത്സവം മനാ രഹേ ഹെ വോ മഹജ് ഏക് കദം ഹെ നയ അവസരവും കോ ഖുൽനെ കാ. അപ്പം ഇന്ന് നമ്മൾ കിട്ടുന്ന, അതായത് നമുക്ക് കിട്ടിയ അവസരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും പുതിയ വെല്ലുവിളികളെ നേരിടുവാനുമുള്ള ശക്തിയും ബുദ്ധിയും നമുക്കുണ്ടോ? അതായത് ഭാവിയിൽ നമുക്ക് ആശ്വസിക്കാനും വിശ്രമിക്കാനും കഴിയില്ല. മറിച്ച് കൊടുത്ത വാക്ക് പൂർത്തീകരിക്കാൻ പല പ്രാവശ്യം ഉരുവിട്ടുകൊണ്ട് പരിശ്രമിച്ച് കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് മഹജ് ഏക് കദം ഹേ നയ അവസരവും കോ ഗുൽനേക്ക, പുതിയ അവസരങ്ങൾ തുറക്കുവാനുള്ള. ഇസസേ ഭി ബഡി വിജയ ഉപലബ്ധിയ ഹമാരി പ്രതീക്ഷ കർ രഹി, അതിലൂടെ നമുക്ക് വലിയ വിജയങ്ങളും നേട്ടങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാ ഹംനെ
इतनी शक्ति और बुद्धिमत्ता है कि हम सब इस अवसर को समझ और भविष्य की चुनौतियों को स्वीकार करें. അപ്പോൾ നമ്മളെന്താ നമ്മുടെ ഈ ശക്തിയും ബുദ്ധിമത്തും എല്ലാം മനസ്സിലാക്കി പുതിയൊരു ലോകത്തിലേക്ക് പുതിയൊരു അവസരങ്ങൾ മനസ്സിലാക്കുകയും ഭാവിയിലേക്കുള്ള വെല്ലുവിളികളെയും നമ്മൾ നേരിടണം. भविष्य में हमें विश्राम करना या चैन से नहीं बैठना है कि बल्कि निरंतर प्रयास करना. അതായത് ഭാവിയിൽ നമ്മൾ വിശ്രമിക്കുകയോ സമാധാനത്തോടെ ഇരിക്കാതെ നിരന്തരമായി നമ്മളിങ്ങനെ ജോലിയിൽ ഏർപ്പെടണം. എങ്ങനെയാണ്? ഹം ജോ വചൻ ബാർ ബാർ ദൊഹരാത്തെ രഹിക്കെ, അതായത് നമ്മളിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കണം ഓരോ വാക്യങ്ങൾ. ജैसे ഹം ആജ് ബി ദൊഹരായെങ്കിൽ, ഇന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന വാക്യങ്ങൾ. അതായത് എന്താണ്? ഉസേ പൂരാ കർ സക്കെ, അതേ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. എന്തായിരുന്നു ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭാരതിക്ക് സേവാക്ക അർത്ഥ, അതായത് ഭാരതത്തിനെ സേവിക്കുക, ഭാരതത്തിനെ നന്നാക്കുക. ലാഖോ കരോടും പീഡിത ലോകോക്ക് സേവ കർണ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കുക. ഇസ്കാ മത്ലബ് ഹേ ഗരീബി ഓർ അജ്ഞാനതാക്കോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന്? പാവപ്പെട്ടവരെയും വിദ്യാഭ്യാസമില്ലാത്തവരുടെയും അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി അവരുടെ രോഗങ്ങൾ ബീമാരിയും അവസർക്ക് അസമാനതാക്കും ഇട്ട് അവർക്കുണ്ടാകുന്ന അസമത്വത്തിനൊക്കെ മാറ്റി തുല്യത ഉണ്ടാക്കുക ജനങ്ങൾക്ക്. അതായത് അവർക്കുണ്ടാകുന്ന രോഗങ്ങളെയും അവരുടെ ദാരിദ്ര്യത്തെയും മാറ്റി അവർക്ക് നല്ലൊരു ജീവിക്കാനുള്ള പുതിയൊരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. सबसे महान व्यक्ति की यही महत्वाकांक्ष यही है कि हर एक आंख से आंसू मिट जाए. അതായത് നമ്മളുടെ പ്രതിജ്ഞ എന്തായിരിക്കണം? ഓരോ വ്യക്തികളുടെയും പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്താതെ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുക. ഷാദി ഹമാരെ ലിയെ സംഭവന, പക്ഷെ നമുക്കത് പറ്റില്ല എങ്കിൽ കൂടിയും പർ ജബ് തക് ലോഗോं की आंखों में आंसू है और वे അത് ആളുകളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ട്, അല്ലെങ്കിൽ അവർ ദ്രോഹിക്കപ്പെട്ടാൽ മറ്റുള്ളവരാൽ അവർ ചൂഷണം ചെയ്യപ്പെട്ടവരാണെങ്കിൽ കൂടിയും തബ് തക് ഹമാര കാം ഖത്മ നഹി ഹോഗ, അപ്പോൾ അവരെ നന്നാക്കുന്നത് വരെ, അവർക്ക് നല്ലൊരു സുഖസൗകര്യങ്ങൾ ലഭിക്കുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. और इसलिए हमें परिश्रम करना होगा ताकि हम अपने सपनों को साकार कर, അതായത് അതുവരെ നമ്മൾ കഠിനമായി പരിശ്രമിക്കുക അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ. വേ അപ്പനെ ഭാരത് കെ ലിയേ ഹേ, അതായത് നമ്മൾ ഭാരതത്തിന് വേണ്ടിയാണ്. അപ്പോൾ സാത്ത് ഹി വേ പൂരെ വിശ്വക്ക്, കൂടെ തന്നെ നമ്മുടെ ലോകത്തിന് വേണ്ടിയുമാണ്. ആജ് കോയി ഖുദ് കോ ബിൽക്കുൽ അലഗ് നഹി സോച്ച്, അതായത് നമ്മൾ വേറിട്ടൊരു ചിന്താഗതി ഒരിക്കലും പാടില്ല. ക്യോങ്കി സഭി രാഷ്ട്രോ ലോക് ഏക് ദൂസരെ സെ ബഡി സമീപത സെ ജുഡ് ഹെ, എല്ലാ രാഷ്ട്രവും അതിലെ ആളുകളെല്ലാവരും വളരെ സമീപത അടുത്ത് തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നത്. ശാന്തിക്കോ അവിഭാജ്യ കഹ ഗയാ ഹെ, സമാധാനത്തിൻ്റെ അവിഭാജ്യമായ വിഭജിക്കാൻ പറ്റാത്തൊരു ഘടകമായി പറയുന്നു. ഇസി തരക് സെ സ്വതന്ത്രത അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യവും, അതായത് ഒരു അവിഭാജ്യ ഘടകം, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. സമൃദ്ധി ബി ഓർ വിനാശ് ബി, അപ്പം എന്തൊക്കെയാണ്? ശാന്തിയും സ്വാതന്ത്ര്യവും സമൃദ്ധിയും വിനാശവും ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യമായ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ഒരു രാജ്യത്തിൻ്റെ. അപ്പോൾ ഇസ് ദുനിയാക്കോ ചോട്ടെ ചോട്ടെ ഹിസ്സോമേ ഭാണ്ട് നഹി ബാണ്ട് ജാസ, അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഒരിക്കലും വിഭജിക്കാൻ പറ്റില്ല. ഹമേ സ്വതന്ത്ര ഭാരത് കാ മഹാൻ നിർമ്മാൺ കർണ ഹെ, സ്വതന്ത്രമായൊരു ഭാരതത്തിൻ്റെ മഹത്തായ നിർമ്മാണം നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ജഹാം ഉസ്കെ സാരെ ബച്ചെ രഹസ്യ, അതിലാണ് നമ്മുടെ കുട്ടികളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു കോൺവെർസേഷനാണ് ഉള്ളത്, പിന്നെ ഉള്ളത് ഒരു ട്രാൻസ്ലേഷൻ, അതായത് ഹിന്ദിയുടെ ഒരു സ്പീച്ച് തന്നിട്ടുണ്ട്, ചെറിയൊരു പാരഗ്രാഫ്, അത് ഇംഗ്ലീഷിൽ തന്നിട്ട് നിങ്ങൾക്കത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പിന്നെ സംക്ഷേപം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് വന്നിട്ട് അതിൽ 1/3 സംഗ്രഹിക്കുക. ഒരു പാരഗ്രാഫിൻ്റെ ഒരു 10 വേർഡ്സ് ആണെങ്കിൽ 5 വേർഡ്സ് എടുത്ത് മെയിനായിട്ടുള്ളത് എടുത്ത് എഴുതാം, ഒരു ഹെഡിങ്ങും കൊടുക്കുക. അതാണ് സംക്ഷേപം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ലെസണിൽ. നിങ്ങൾ ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ.